ഏ ഏ ഏ ഏ ഏ ഏ ഏ എന്റെ ബ്ലഡ് ഗ്രൂപ്പിൻ ടെസ്റ്റിംഗ് റിപ്പോർട്ടാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതിലെന്താ അതിശയിക്കാന്നല്ലേ? ഇത് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ചത് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാമെന്ന്. കാരണം കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ടെന്നേ. അങ്ങനെ കോട്ടയം ജില്ലാ ആശുപത്രിയുടെ അടുത്തുള്ള മെഡിവിഷനിലേക്ക് ഞങ്ങൾ എത്തി. വിത്തിൻ 1 അവർ നമുക്ക് റിസൾട്ട് കിട്ടിട്ടോ. റിസൾട്ട് തൽക്കാലത്ത് എടുക്കായി. പിന്നെ അവൻ തുറന്നു നോക്കുമ്പോ ദേ കിടക്കുന്നു ഓ പോസിറ്റീവ്. ഇത്രക്കാരനെ പറ്റിക്കപ്പെടുമായിരുന്നു ഗേസ്. ഇത്ര വർഷങ്ങളായി കൊടുത്ത രേഖയിലൊക്കെ ബി പോസിറ്റീവ് ആണ് ഞാൻ ബ്ലഡ് ഗ്രൂപ്പായിട്ട് കൊടുത്തോണ്ടിരുന്നേ. എന്നാലും ഇത് ചതിയായി പോയി. കോളേജിൽ വെച്ച് നടന്ന എന്റെ 3ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലാണ് ആ തുണി എടുക്കാത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. അവരയച്ച റിപ്പോർട്ടിന് പുറത്താണ് ഞാൻ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്ര കൊല്ലമായിട്ട് ഞാൻ ബി പോസിറ്റീവ് അല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സത്യത്തിന്റെ മുഖം വികൃതമാണല്ലോ. വീട്ടിൽ നിന്ന് എന്താ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും തപ്പുന്ന രംഗമാണ് ഈ കാണുന്നത്. എന്റെ പ്രഗ്നൻസി ടൈമിലെടുത്ത എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെക്ക് ചെയ്തു. കൂടാതെ ബില്ല് വരെ ഞാൻ നോക്കി. ബ്ലഡ് ബാങ്കിൽ നിന്ന് എനിക്ക് ആ റിപ്പോർട്ട് വന്നപ്പം എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ അവർ കോണ്ടാക്ട് ചെയ്തു. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഡബിൾ ചെക്കും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് എനിക്ക് ഓ പോസിറ്റീവ് തന്നെയാണ്. ഐ ക്യാൻ ബിലീവ് ദാറ്റ്. എന്തായാലും 10 കൊല്ലത്തിന് ഇങ്ങോട്ട് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്ന എന്റെ എല്ലാ റിപ്പോർട്ടുകളും ബില്ലുകളും ഒക്കെ ഒഴിവാക്കി എന്റെ ഫയൽ ഞങ്ങൾ നന്നാക്കിയെടുത്തു. ഫാമിലി ഗ്രൂപ്പിൽ ഇതൊരു ചർച്ചയ്ക്ക് വകയായിട്ടുണ്ട്. എന്റെ മാതാശ്രീക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ബി പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഞാൻ ആരായി?